പത്രത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മാതൃഭൂമിക്ക് എന്തുകൊണ്ടാണ് മനോരമയെ കവർ ചെയ്യാൻ പറ്റാത്തത്? അവരുടെ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കില്ല ആയിരിക്കും. പല നടീനടന്മാരെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, വളർത്തിയിട്ടുള്ള 22 ഫിലിം എടുത്തിട്ടുണ്ട് ഗംഗാധരൻ. ആ 22 ഫിലിം നല്ല സിനിമയായിരുന്നു. ഒന്നിലും ഒരു പരാജയം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ പച്ചക്കറി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചതെന്ന് ഞാൻ കേട്ടത്. എന്നെങ്ങനെയാ തുടങ്ങിയത്? അത് ആദ്യം തുടങ്ങിയത് ലോറി ആണ് ആദ്യം വാങ്ങിയത്. ഒരു ലോറി വാങ്ങി. ആ ലോറിയായിട്ട് പിന്നെ നമ്മൾ പച്ചക്കറി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഊട്ടി പോയിട്ട് പച്ചക്കറി കൊണ്ടുവരും. വാളയ മാർക്കറ്റിൽ. അതിന് മുമ്പ് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് കാലങ്ങളിൽ ചെറിയ വീടുകളായിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് വളരെ ചെറിയ തുടക്കത്തിൽ നിന്നാണ് വളർന്നു വന്നത്. വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ട്. അന്ന് വലിയ സംഖ്യയൊന്നും ഇല്ല. അന്ന് 85,000 രൂപ നഷ്ടം. 85,000 എന്ന് പറഞ്ഞാൽ അന്നത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ 85 കോടിയോ അല്ല 85 കോടിന്റെ വിലയാണ്. യുഗപുരുഷനായ PV സ്വാമിയുടെ മകൻ PV ചന്ദ്രൻ ഇന്ന് മാതൃഭൂമിയുടെ ചെയർമാനും മാനേജിങ് എഡിറ്ററുമാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് കൂടെയുള്ളത്. നമസ്കാരം. അങ്ങ് PV സ്വാമി എന്ന് പറയുന്ന മഹാനായ യുഗപുരുഷനായ ലെജൻഡായ അതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു ബിസിനസ് KTC സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹത്തിൻ്റെ മകനാണ്. കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് താങ്കൾ 18-ാം വയസ്സിലാണ് ഈ രംഗത്തേക്ക് വന്നത്. ഈ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ കാലത്തോട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ സംതൃപ്തനാണ്. ഞാൻ 18-ാം വയസ്സിൽ തുടങ്ങിയ ബിസിനസ് അച്ഛനും ഞാനും കൂടിയാണ് തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ അനിയൻ 1958 ഞാനും പാർട്ട്ണർഷിപ്പ് ആയിട്ട് KTCയിൽ കേരള ട്രാൻസ്പോർട്ട് കമ്പനി പാർട്ട്ണറായിട്ട് ഞാനും അച്ഛനും കൂടിയാണ് കേരള ട്രാൻസ്പോർട്ട് കമ്പനി എന്ന പാർസൽ സർവീസ് തുടങ്ങുന്നത്. KTC അത് ശേഷം പടിപടിയായിട്ട് ഉയർന്നിട്ട് 1963 ആണ് ഗംഗാധരനെ പാർട്ട്ണറാക്കിയിട്ട് കൊണ്ടുവരുന്നത് കമ്പനിയിലേക്ക്. അപ്പോൾ അതിനുശേഷം 3 പാർട്ട്ണറായിട്ടാണ് ബിസിനസ് നടന്നുകൊണ്ടിരുന്നത്. ഗംഗാധരൻ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും PVജിയും മകനും കൂടി 3 പാർട്ട്ണറായിട്ട് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ PVജി ഇപ്പം പോയതിന് ശേഷം PVജിയുടെ ഭാര്യ പാർട്ട്ണറായിട്ട് തുടർന്ന് വരുന്നുണ്ട്. അന്ന് ഈ KTC എന്ന് പറഞ്ഞ പാർസൽ സർവീസ് തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് പടർന്ന് പന്തലിച്ച് ഇന്ത്യയിൽ മുഴുവൻ ബ്രാഞ്ചുകളുള്ള വലിയൊരു പ്രസ്ഥാനമായി മാറിയത്. അത് എൻ്റെ പിന്നിലെ ഒരു ത്യാഗപൂർണമായ പ്രവർത്തനം. അതിൻ്റെ കഠിനമായിട്ടുള്ള അധ്വാനം അച്ഛൻ്റെ തന്നെയാണ്. അച്ഛൻ തന്നെ നേരിട്ടിട്ടാണ് ഓരോ ബ്രാഞ്ചുകളും പോയി തുടങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് തുടങ്ങിയത് ബ്രാഞ്ച് എറണാകുളമായിരുന്നു. എറണാകുളം തുടങ്ങിയതിന് ശേഷം കേരളത്തിലെ മറ്റു എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും പോയി തുടർന്നു. അതിനുശേഷം മദ്രാസിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും തുടങ്ങി. പിന്നെ ബാംഗ്ലൂർ പോയി മൈസൂരിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും തുടങ്ങി. അങ്ങനെ ആന്ധ്രയിൽ പോയി ആന്ധ്രയിലുള്ള ഡിസ്ട്രിക്റ്റ് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ ഒറ്റയ്ക്ക് അച്ഛനൊരു കാറുമായിട്ട് പോയിട്ട് ആണ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് അച്ഛൻ്റെ കൂടെ. അപ്പോൾ അംബാസിഡർ കാറാണ്, 4600 നമ്പർ. അതിൽ നമ്പർ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒരു 3000 കാറ് 5000 കാറ് ബെൻസ് കാറുണ്ടായി. 3000 കാർ കൂടി ഉണ്ട്. പഴയ കാറ് ചരിത്രപരമായ ഒരു കാറാണ്. എല്ലാ സ്ഥലത്തും ആ 3000 കാറായിട്ടാണ് അച്ഛൻ യാത്ര ചെയ്തിട്ടുള്ളത്. അങ്ങനെ അച്ഛനാണ് എല്ലാ സ്ഥലത്തും പോയി രാവും പകലും ഉറക്കം ഒഴിഞ്ഞ് ഊണുമില്ല. അങ്ങനെ അച്ഛൻ ഹോട്ടലിൽ വലിയ ഹോട്ടലൊന്നും എടുക്കില്ല.
അങ്ങനെ ചെറിയ ഹോട്ടൽ, വെജിറ്റേറിയൻ ഹോട്ടലായിട്ടുള്ള ഹോട്ടലിലാണ് അച്ഛൻ റൂം എടുക്കുക. അങ്ങനെ അതേ സമയത്ത് ചില സ്ഥലത്തൊക്കെ പിന്നെ ബോംബെയിലൊക്കെ പോകുമ്പോൾ വാടക ജാസ്തിയാണല്ലോ. അപ്പോൾ അച്ഛന് ഞാൻ ഓഫീസിൻ്റെ അടുത്തുള്ള ചെറിയൊരു മുറി ഉണ്ടാക്കി സൗകര്യപ്പെടുത്തി അവിടെ കിടന്നുറങ്ങും. അങ്ങനെയാണ് ഈ എല്ലാ രാജ്യങ്ങളും തുറന്ന്. ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ അങ്ങനെ തന്നെ അങ്ങനെ തുറന്ന് എല്ലാം. അപ്പം ഡൽഹിയിലൊക്കെ സഹായിക്കാൻ അച്ഛൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുണ്ടല്ലോ. അച്ഛൻ കോൺഗ്രസ്സുകാരൻ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ അച്ഛനോട് വലിയ അടുപ്പാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പച്ചക്കറി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചതെന്ന് ഞാൻ കേട്ടത്. എന്നെങ്ങനെയാണ് തുടങ്ങിയത്? അത് ആദ്യം തുടങ്ങിയത് ലോറി ആണ് ആദ്യം വാങ്ങിയുള്ളത്. ഒരു ലോറി വാങ്ങി. ആ ലോറിയായിട്ട് പിന്നെ നമ്മൾ പച്ചക്കറി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഊട്ടി പോയിട്ട് പച്ചക്കറി കൊണ്ടുവരും. വാളയം മാർക്കറ്റിൽ. അതിന് മുമ്പ് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് കാലങ്ങളിൽ ചെറിയ പീടികകളായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ തുടക്കത്തിൽ നിന്നാണ് വളർന്നു വന്നത്. അപ്പോൾ അതിന് ശേഷം ഊട്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാ വെജിറ്റബിൾ, ഇംഗ്ലീഷ് വെജിറ്റബിൾ എന്ന് പറയാം, ഊട്ടിയിൽ നിന്ന് വരുന്ന പച്ചക്കറിക്ക്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ലാഭം ഉണ്ടാക്കി ആ പൈസ ആയിട്ട് അണ്ടാകും പോയി, അണ്ടാകും കൊണ്ടുവന്ന് അങ്ങനെ അതെ. അത് തുടങ്ങിയത് 1946-47 കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതിന് ഈ പച്ചക്കറി കൂടാതെ മരത്തിൻ്റെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മരപ്പാണ്ടിയശാല ഉണ്ടായിരുന്നു അച്ഛന്. അതും നന്നായി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ അതിനാണ് ഈ ഇംഗ്ലീഷ് പച്ചക്കറി കൊണ്ടുവന്ന് അതിന് ഇടയിൽ അത് ഒരു ബുദ്ധിമുട്ട് വന്നു അച്ഛന്. 1946 കാലത്താണെന്ന് ഓർമ്മ. അപ്പം ഞാൻ പഠിക്കണം ആ സമയത്ത്. അച്ഛനൊരു കടമൊക്കെ കുറച്ച് വന്നപ്പോൾ പിന്നെ കുറച്ച് നഷ്ടം വന്നു ബിസിനസ്സിലൊക്കെ. എല്ലാം കൂടി അച്ഛൻ മാത്രമാണ് നടത്തുന്നത്, വേറെ ആരും ഇല്ലല്ലോ സഹായിക്കാൻ. ഒറ്റയ്ക്കായിരുന്നു. മക്കളൊക്കെ വരുന്നുള്ളൂ. അപ്പം കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു. ഒരു ചന്ദ്രേട്ടൻ ജനിച്ച 1938 നവംബർ 23 അപ്പോൾ ഈ നഷ്ടമൊക്കെ വന്നപ്പോൾ അച്ഛൻ താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ എന്നെ എന്ത് ചെയ്തു, എന്നെ ഒരു കടക്ക് വീട്ടാന്നുള്ള നിലക്ക് ലോറിയൊക്കെ വിറ്റു. വാങ്ങിയതൊക്കെ വിറ്റിട്ട് വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടുണ്ട്. അന്ന് വലിയ സംഖ്യയൊന്നും ഇല്ല. അന്ന് 85,000 രൂപ നഷ്ടം. 85,000 എന്ന് പറഞ്ഞാൽ അന്നത്തെ നഷ്ടം എന്ന് പറഞ്ഞത് 85 കോടിയോ അല്ല 85 കോടീൻ്റെ വിലയാണ്. അത് അതിനു വേണ്ടിയാണ് ലോറിയൊക്കെ വിറ്റിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ, കാളൂർ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അച്ഛൻ്റെ ഫ്രണ്ടാണ്. അയാൾ ഏൽപ്പിച്ചു, നിങ്ങൾ കടക്ക് വിട്ടി തരണം, ഇതിൻ്റെ രക്ഷിച്ച് തരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാളൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ ഓരോ ആൾക്കാർക്കും കൊടുത്തു, പൈസയൊക്കെ കൊടുത്ത് തീർത്തതിന് ശേഷം അച്ഛൻ അതിന് ശേഷമാണ് ഈ വെജിറ്റബിൾ കച്ചവടം തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം വൈകി അങ്ങനെ മേലോട്ട് കയറി. അതിന് ശേഷം 1958 അപ്പോൾ 5-10 ലോറിയേ ഉള്ളൂ. ആ 10 ലോറിയായിട്ട് ട്രാൻസ്പോർട്ട് തുടങ്ങി. കേരള ട്രാൻസ്പോർട്ട് കമ്പനി KTC എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനം തുടങ്ങി. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതിന് യാതൊരു പ്രശ്നമില്ല. ഈ അന്നുണ്ടായിരുന്ന ആ സൗകര്യങ്ങളെക്കാൾ വലിയ തോതിൽ ഇപ്പം വാഹനങ്ങളൊക്കെ ഇറങ്ങി, ട്രാൻസ്പോർട്ട് കമ്പനികളും ധാരാളം വന്നു. അതിനൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും മറികടന്നെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഞങ്ങൾ വരും മുന്നോട്ട് പോകുന്നത് കുറച്ചുണ്ട്. ബിസിനസ് നിലനിർത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഈ അന്ന് ബസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാനൊക്കെ ആ ബസ്സിലാണ് സ്കൂളിലേക്ക് പോവാറ്. അതൊക്കെ ബസ്സുകളൊക്കെ കുറച്ച് നഷ്ടം വന്നപ്പോൾ ബസ് നിർത്തി. അന്ന് കുറേ ബസ് ഉണ്ടായിരുന്നു. 100-ന് ബസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പച്ചക്കറി കടച്ചവടത്തിൽ തുടങ്ങി, പിന്നെ ട്രാൻസ്പോർട്ടിന് ഇങ്ങനത്തേക്ക് വന്നു, ബസ്സുകൾ ആരംഭിച്ചു. പിന്നെ ബിഗ് ബസാറിൽ അവിടെ ഒരു ബിസിനസ് തുടങ്ങി. എന്താ പറയുക, പിന്നെ കൊപ്പര പിന്നെ ഉണക്ക വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കച്ചവടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അച്ഛൻ്റെ മരുവനെ കൊടുക്കുകയുണ്ടായത് ഒടുവിൽ മുമ്പിൽ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു.
താങ്കൾ 1959 എൻട്രി ചെയ്യുന്നത്. 88 എൻട്രി ചെയ്യുന്നു. അപ്പം ഞാൻ സ്കൂളിൽ പിന്നെ പോയില്ല. പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ ശേഷം ഞാൻ പോയില്ല. പിന്നെ അച്ഛൻ്റെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി. പിന്നെ പ്രായോഗികമായുള്ള വിജ്ഞാനമാണ് കിട്ടിയത്. അത് പ്രായോഗികമായിട്ടില്ല, അല്ലാതെ ആരും പഠിപ്പിച്ചല്ല. MBA ഒന്നും പഠിച്ചില്ല. അത് ഏത് MBA പഠിക്കുന്നതിനേക്കാളുള്ള വിജ്ഞാനം നമ്മൾ നേരിട്ടുള്ള അറിവിൽ നിന്നുണ്ടാക്കി. അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ അച്ഛൻ ഓരോ ലൈനിൽ സ്വീകരിക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ അച്ഛനെ ഓർക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മളേക്ക് വിട്ടുപിരിഞ്ഞു പോയത് 1995 അല്ലേ? അങ്ങനെ എന്നാ വിട്ടുപിരിഞ്ഞു പോയത്? 1990 വിട്ടുപിരിഞ്ഞത്. അന്ന് ഇവിടെ എനിക്കറിയാം സമുദ്രമായിരുന്നു, ജനം സമുദ്രമായിരുന്നു. 90 സെപ്റ്റംബർ 1 അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? അദ്ദേഹം ആണല്ലോ എൻ്റെ എല്ലാ പുരോഗതിക്കും എന്നെ ബേസ് ഉണ്ടാക്കി തന്ന അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അച്ഛനിൽ ഉപരി ദൈവം പോലെ കണക്കാക്കുന്ന ആളാണ്. ചന്ദ്രേട്ടൻ മാത്രമല്ല, ജനങ്ങൾ ഇവിടെ വന്നിട്ട് അന്ന് അലമുറയിട്ട് കരയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു അച്ഛനെ. അച്ഛനെ പോകുമ്പം വഴിയിൽ ആരും കണ്ട കാർക്ക് എരി കൊണ്ടുപോകും. എനിക്ക് അങ്ങനെ ഒരു പണം ഉണ്ടായിട്ടും ഞാൻ എന്നെ വലിയ ആളാണെന്നുള്ള സാധാരണക്കാരനായിട്ട് തന്നെ. പിന്നെ അച്ഛനടുത്ത് ആരും വന്നെന്തെങ്കിലും വേണ്ടൊക്കെ ചെയ്ത് കൊടുക്കും, പൈസ കൊടുക്കും, എല്ലാം കാര്യം ചെയ്യാറുണ്ട്. അച്ഛനേക്കാൾ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു അമ്മയാണ് ഈ കാര്യത്തിൽ. അമ്മനെ പൈസ കിട്ടിയൊക്കെ എല്ലാവരും കൊടുത്ത് കൊടുക്കും. ആര് വന്നാലും, ഏത് പാവപ്പെട്ട ആൾക്കാർ വന്നാലും ജോലി വേണം, ജോലി അപ്പം തന്നെ ഇതാക്കും. അതേപോലെ എന്താ കഷ്ടപ്പാടുകൾ ആളായിരുന്നു, അത് സംശയമൊന്നുമില്ല. സഹിക്കില്ല മുപ്പത്തിക്ക്. കാരണം അത്രയ്ക്കും എല്ലാവരോടും സാധാരണക്കാരിയായിട്ടാണ് വലിയ കോടീശ്വരൻ്റെ ഒരു ഭാര്യയായിട്ട് പോയി. അങ്ങനെയൊന്നുമില്ല, വേഷ്ടി മുണ്ടും എടുത്ത് അങ്ങനെയാണ് അവിടെ തുടങ്ങിയിട്ട്. അച്ഛനങ്ങനെ തന്നെ വേഷ്ടി തൊഴിലുണ്ടാവും എപ്പോഴും. ശരിക്കും എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഒരു സ്വാമി ആണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പല പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തതിന് പലരെയും പ്രശ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്വാമിയായിട്ട് തന്നെയാണ്. PV സ്വാമി എന്ന് പറയുന്നത് സ്വാമിയായിട്ട് തന്നെയാണ്, സന്യാസി വര്യനെ പോലുള്ള ആളായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. അതോടൊപ്പം കോൺഗ്രസ് പ്രസ്ഥാനം, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അവിടെ നിന്നുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിലും പൂർണ്ണമായി പങ്കെടുത്തിരുന്നു അദ്ദേഹം. പക്ഷേ അതിനൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് മോചിച്ചില്ല. കോൺഗ്രസിൽ തന്നെ എന്തെങ്കിലും ചാൻസ് വേണോ, MLA ചേനസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു പേരൊക്കെ. അതെന്താ ചേനക്കച്ചവടം ചെയ്തു. ചേനത്തിൻ്റെ കോഴിക്കോട് ഏറ്റവും വലിയ ചേന ബിസിനസ്സിൻ്റെ ആളായിരുന്നു അച്ഛൻ. അത് ചേന ഇവിടുന്ന് പിന്നെ കിഴക്ക് ഭാഗത്തു നിന്നാണ് വരിക ചേന. അതായത് നമ്മുടെ കുന്നമംഗലത്തിൻ്റെ അപ്പുറത്ത് അവിടേക്ക് ആ ഭാഗത്തൊക്കെ ചേന ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വയനാട്ടിൽ ഉണ്ടായിരുന്നു. അവിടുന്നൊക്കെ ചേന അച്ഛൻ്റെ അവിടെ കൊണ്ടുപോയി കൊടുക്കും ആൾക്കാർ. അപ്പം അച്ഛനെ കമ്മീഷൻ കഴിച്ചിട്ട് 2.5% കമ്മീഷൻ എടുത്തിട്ട് ബാക്കി കൊടുക്കും. അന്ന് ഇലക്ഷനിലൊക്കെ ഏതോ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റപ്പം മറ്റേ സ്ഥാനാർത്ഥി ചേനയും വെച്ചിട്ട് അതിൻ്റെ അകത്ത് തീ വെച്ചിട്ട് വിളക്കും കത്തിച്ചിട്ട് ചേനസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു പോയൊരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അത്രയ്ക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അത് കോൺഗ്രസിനോട് ജീവനായിരുന്നു. എനിക്ക് തോന്നുന്നത് കരുണാകരൻ മുതൽ കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു വീടാണ്. അതെ, എല്ലാ കോൺഗ്രസ്സുകാരും വന്നിട്ടുണ്ട്. കരുണാകരൻ, ആന്റണി, നമ്മളെ ഇയാൾ വയലാർ രവി, അങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും ഇവിടെയുള്ള ഭാഗത്തുള്ള ആൾക്കാരൊക്കെ തന്നെയും വന്നിട്ടുണ്ട്. ഈ ഇത് തുടങ്ങിയ ശേഷം പിന്നെ എന്തെല്ലാം ബിസിനസ് മേഖലയിലേക്ക് കടന്നു ചെന്നു നമ്മൾ? അതിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു? ഞങ്ങൾ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പന്തീരങ്കായ് സ്കൂളിൽ പഠിച്ചൊരു പ്രോഡക്റ്റാണ് ഞാൻ. അത് അങ്ങയുടെ അന്ന് ഏറ്റവും 100% മാർക്ക് കിട്ടുന്ന ഒരു സ്കൂളായിരുന്നു. ഇപ്പോഴും ഞാൻ അതിൻ്റെ മാനേജറാണ് ആ സ്കൂളിൻ്റെ, പന്തീരങ്കായ് സ്കൂളിൻ്റെ. വിദ്യാഭ്യാസ മേഖല കടന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പന്തീരങ്കായ് സ്കൂള്, PVS സ്കൂള്, കോളേജ്, കോളേജ്.
പിന്നെ ആരോഗ്യ മേഖലയും കടന്നിരുന്നു. ആരോഗ്യ PVS ഹോസ്പിറ്റലുണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. PVS ഹോസ്പിറ്റൽ. അതെ. പിന്നെ നമുക്ക് സിനിമാ മേഖല വന്നു. അത് ഇപ്പോൾ കുട്ടികളാണ് നോക്കുന്നത്, കാരൻ്റെ കുട്ടികളാണ്. അത് വലിയ ചരിത്രങ്ങൾ ഉണ്ടാക്കിയ ഹിറ്റ് സിനിമകൾ, വലിയ ഹിറ്റ്, വടക്കം വീരഗാഥ തുടങ്ങിയ, അഹിംസ തുടങ്ങി ധാരാളം, IV ശശി, ഭരതൻ, അങ്ങനെ ഒരു പല ഹരിഹരൻ തുടങ്ങിയുള്ള ആളുകളുടെ 22 ഫിലിം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു മിക്കവാറും സക്സസ് ആയി. പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ എത്തിപ്പെടുന്നത് മാതൃഭൂമിയുടെ മാനേജിങ് എഡിറ്റർ പ്ലസ് ചെയർമാൻ. ആദ്യം ഡയറക്ടറായിട്ട് വന്നു, പിന്നെ 1977 ഡയറക്ടറായിട്ട് വന്നു, പിന്നെ 1989 മാനേജിങ് എഡിറ്ററായി. പിന്നെ അതിനു മുമ്പ് 87 എഡിറ്റോറിയൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറായിട്ട് വന്നു. അതിനുശേഷമാണ് 2 കൊല്ലം അതിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് മാനേജിങ് എഡിറ്ററായിട്ട്. പിന്നെ INS പ്രസിഡന്റ് ആയിരുന്നു. ഈ പൊസിഷനിൽ വരെ എത്തുമ്പോൾ, അതായത് താങ്കൾ വളർന്നു വന്ന സാധാരണ ബിസിനസ് മേഖലയെ പോലെയല്ല പത്രമേഖല. പത്രമേഖല എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. സൊസൈറ്റിയോട് പ്രത്യേകിച്ച് വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും ഈ പത്രമേഖലയ്ക്ക് ഒരു മാതൃഭൂമിയെ പോലെയുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വൈകാരികമായി ബന്ധമുള്ള, നമ്മളെ മലയാളികളുടെ ഒരു വൈകാരിക ബന്ധമുള്ള ഒരു പത്രമാണ് മാതൃഭൂമി. അതിൻ്റെ ചെയർമാനാവുക, മാനേജിങ് എഡിറ്റർ ആവുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തെത്തി നിൽക്കുമ്പോൾ താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ പത്രം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ദോഷം വരാതെ വിധത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു പത്രമായിട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ജാതിയോ ഒരു മതത്തിനോ, എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതികൾക്കും ഒരേമാതിരി ചെയ്യാവുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാൻ കഴിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അതേമാതിരി തന്നെ പോകണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ യാത്രക്കിടയിൽ താങ്കൾ നഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട്. ഒന്ന് അച്ഛൻ, രണ്ടാമത് അങ്ങനെയുള്ള ആരൊക്കെയാണ് അങ്ങ് താങ്കൾക്ക് ഏറ്റവും വിഷമമുണ്ടാക്കി കടന്നുപോയ സ്വന്തം ആളും അതേപോലെ ബിസിനസ് പരമായ ആളുകളും? ഓഫ് കോഴ്സ് അച്ഛനും അമ്മയും വളരെ പ്രധാനമാണല്ലോ ജീവിതത്തിൽ. അവർ പോയപ്പോഴാണ് ഏറ്റവും അധികം വിഷമം തോന്നിയിട്ടുള്ളത്. PV സ്വാമി, മാധവി അമ്മ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളത് ആ സമയമാണ്. പിന്നെ ഇപ്പം ഗംഗാധരൻ പോയപ്പം അതേമാതിരി തന്നെ നമുക്ക് വലിയ വിഷമമായി ഉണ്ട്. ഗംഗാധരൻ അച്ഛൻ പോയതിനു ശേഷം കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, കമ്പനിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. ഗംഗാധരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നത്തിനും ഞാനൊരു കാര്യം തീരുമാനിച്ച് ചെയ്താൽ അതിനുവേണ്ടി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല ആള്. അതായത് ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് മൂപ്പര് പോയത്, നിന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ എന്താ തീരുമാനം എടുക്കുന്നത്, വളരെ ആലോചിച്ചിട്ട് ആർക്കും ഒരു ദോഷം വരാൻ പാടില്ലാത്ത വിധത്തിലും നമ്മൾ കമ്പനിക്ക് നഷ്ടം വരാത്ത വിധത്തിലും ആണ് ഞാൻ തീരുമാനം എടുക്കുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ കൂടെയുള്ള ആൾക്കാരെ പ്രശ്നത്തിൽ സഹായിക്കാനുള്ള മനസ്സോടുകൂടി തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. നമ്മളെ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ ആളുകൾക്കൊക്കെ വേണ്ട വിധത്തിൽ കഴിയുന്നതനുസരിച്ചുള്ള നമ്മുടെ കമ്പനിക്കുള്ള ശക്തിക്ക് അനുസരിച്ച് ഉള്ള വേതനം കൊടുത്തിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു സമരം കാര്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ല. വീരേന്ദ്രകുമാർ താങ്കൾക്ക് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ നഷ്ടം? വീരേന്ദ്രകുമാർ എൻ്റെ ഒരു മൂത്ത സഹോദരനായിട്ടാണ് ഞാൻ കണ്ടത്, കാണുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ എൻ്റെ സഹോദരൻ്റെ മക്കൾ എന്നുള്ള നിലക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ പോളിസി. അത് മാറ്റമില്ല. അപ്പം എല്ലാവർക്കും കുറ്റം ഗുണമൊക്കെ ഉണ്ടാവും, എന്നാലും അതിലൊന്നും ഞങ്ങളെ ആ ബന്ധത്തിന് ഒരു താരം വരുത്താതെ കമ്പനിയെ കൊണ്ടു നടക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാതൃഭൂമി പിന്നെ ഇപ്പോൾ എത്രമാത്രം ഒരു ലാഭത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലാണോ, അതല്ലെങ്കിൽ ഇതിനിടയിൽ എന്തെങ്കിലും താഴ്ചയിലേക്ക് വന്നിട്ടുണ്ടോ? ഈയിടെ എന്നെ മാതൃഭൂമിയിൽ
കുറച്ചൊരു വിഷമം വന്നിട്ടുണ്ട്. അതായത് നഷ്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾ വലിയ പിന്നെ ഒരു ഷെയറിന് പിന്നെ നല്ല 10,000 റുപ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അന്ന് മേടിക്കുമ്പോൾ നഷ്ടമാണ്. ചന്ദ്രേട്ടൻ നമുക്ക് KTC ഗ്രൂപ്പ്, അതായത് PV ചന്ദ്രൻ, PV ഗംഗാധരൻ, വൈഫ്, മകൻ, ഇവർക്കെല്ലാം കൂടെ എത്ര ഷെയർ ഉണ്ട് അതിൻ്റെ അകത്ത്? എൻ്റെ ഞങ്ങളൊരു 30% ഉണ്ടാവും. 30% ഷെയർ ഉണ്ടാവും. വീരേന്ദ്രകുമാർ അവർക്ക് അവർക്കും ഞങ്ങളെക്കാൾ കുറച്ചും ജാസ്തി ഉണ്ട്. നാലപ്പാട്ട് ഗ്രൂപ്പിൻ്റെ അവർ മേടിച്ചു. അത് ത്രൂ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എത്തിപ്പോയല്ലോ. ആ ടൈംസ് ഓഫ് ഇന്ത്യ, അതെ, ആ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വീരേന്ദ്രകുമാർ വാങ്ങി, ഗ്രൂപ്പ് വാങ്ങി. എന്താണ് ഇപ്പം നഷ്ടം വന്നു എന്ന് പറയുന്നത്? നഷ്ടം പിന്നെ നമുക്ക് പത്രത്തിൽ നഷ്ടം വന്നില്ല, TV-യിലാണ് നഷ്ടം വന്നത്. TV-യിൽ നഷ്ടമാണ്. അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? ഇതുവരെ ലാഭം കിട്ടിയില്ല. സാറ്റലൈറ്റ് TV-യിൽ അത് ഇതുവരെ ലാഭം കിട്ടിയില്ല. FM റേഡിയോ ലാഭത്തിലാണ്. അപ്പം TV നഷ്ടമായതുകൊണ്ടാണ് നഷ്ടം വരുന്നത്. പത്രത്തിൽ ഇതുവരെ നഷ്ടമൊന്നും വന്നില്ല. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് നിർണായക പങ്കുവച്ചിട്ടുള്ള പത്രമാണ് മാതൃഭൂമി. കേശവ തീർച്ചയായിട്ടും അടക്കമുള്ള ആളുകൾ അതിൻ്റെ അകത്ത്, കേശവമേനോൻ, മാന്നാർ ഒക്കെ ഉണ്ടാവില്ലോ. അവർക്ക് മാന്നാരാണ് അതിൻ്റെ ഫൗണ്ടർ, മാനേജിങ് ഡയറക്ടർ. കേശവമേനോൻ ഫൗണ്ടർ എഡിറ്ററായിരുന്നു. അവരുള്ള കാലത്ത് ഇന്ന് ഞങ്ങൾ വരുമ്പം കമ്പനി നഷ്ടത്തിലായിരുന്നു. അതിന് ഞങ്ങളെടുത്തതിന് ശേഷം ആണ് അത് കമ്പനി മുന്നോട്ട് വന്നത്. 1992 ഒരു സമരമൊക്കെ വന്ന് പൂട്ടിപ്പോയ മാതിരിയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങളെ ഏറ്റെടുത്തത്. അന്നാണ് ചന്ദ്രേട്ടൻ്റെ നേതൃത്വത്തിൽ അതിലേക്ക് വരുന്നത്. അതെ. ഇയാൾ വീരേന്ദ്രകുമാർ ആദ്യം ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. അന്ന് കൃഷ്ണമോഹനായിരുന്നു മുമ്പത്തെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറാണ് ദിനേന്ദ്രൻ എന്ന് പറഞ്ഞ ഗവർണറുടെ മകനാണ്. അതേ 52-ാം വയസ്സിൽ മരിച്ചു. 38-ാമത്തെ വയസ്സിൽ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി. അത് അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ഇതിൽ ഡയറക്ടർ ബോർഡിൽ കൊണ്ടുവരാൻ എന്നെ വേണ്ടി വർക്ക് ചെയ്ത ആൾ. കൃഷ്ണമോഹനായിരുന്നു. കൃഷ്ണമോഹൻ ഞാൻ ഒരുമിച്ച് പഠിച്ചാ. അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം കൊണ്ട് ഗണേശ സ്കൂളിലാണ് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. 11th വരെ. അത് 11th ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉള്ളത് കൊണ്ട് അദ്ദേഹമാണ് ഷെയർ വാങ്ങാൻ. ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു വക്കീൽ ഇവിടെ ഉണ്ടായിരുന്നു. പി മൂലക്ക് ചാലപ്പുറത്ത് മൂലക്ക് അയാളുടെ വീട് ഇപ്പോഴും ഉണ്ട് അവിടെ. അദ്ദേഹം എന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചന്ദ്രൻ മാധുവിൽ വരണം. ഞാൻ ഡയറക്ടറാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ എനിക്ക് വയ്യ, അതുകൊണ്ട് ചന്ദ്രൻ വരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഷെയർ എനിക്ക് ആദ്യമായി തരുന്ന അദ്ദേഹത്തിൻ്റെ ഷെയറാണ്. അങ്ങനെയാണ് മറ്റുള്ള ഷെയറുകളൊക്കെ കുറച്ച് വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാം കൂടി 25% ഷെയർ ഉണ്ടാവും നമുക്കെല്ലാം മൊത്തം. ഈ മാതൃഭൂമി ചാനൽ ഇങ്ങനെ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം എന്താണ്? അത് കാരണം മെയിൻ കാരണം വെച്ചാൽ ഡിസ്ട്രിബ്യൂഷന് പിന്നെ ACV എന്നാൽ ACV ഉണ്ട്, കേരള വിഷൻ ഉണ്ട്. ACV-ക്കാർ കൊണ്ടുള്ള പിന്നെ അവർ ഭയങ്കരമായിട്ട് റേറ്റ് ചോദിക്കുക എല്ലാ സ്ഥലത്തും സംപ്രേഷണം ചെയ്യുന്നത്. അതെ, ചെയ്യുന്നത്. ആ റേറ്റ് കൊണ്ടാണ് നമ്മൾ നഷ്ടം. അല്ലെങ്കിൽ അത്ര റേറ്റ് ചോദിച്ചിട്ടില്ലെങ്കിൽ അയാൾ എത്ര കോടികളാണ് ചോദിക്കണേ. എനിക്ക് എത്രയെന്ന് കൃത്യം ഓർമ്മയില്ല. അപ്പോൾ അതില്ലെങ്കിൽ ലാഭം ഉണ്ടാവും. ഇപ്പം റേറ്റിംഗിൽ നമ്മുടെ നിൽക്കുന്നത് 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പം മനോരമേനെ കവർ ചെയ്ത് 4ാം സ്ഥാനത്തെത്തി. പക്ഷെ നമ്മളെ ശേഷം വന്ന 24-ഉം റിപ്പോർട്ടറൊക്കെ 2-3 സ്ഥാനത്ത് നിൽക്കുന്നു. ഏഷ്യാനെറ്റ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് പത്രം ഉണ്ടായിട്ടും അതിനെ മറികടക്കാൻ പറ്റാതെ നിൽക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിപ്പോയെന്ന്. പക്ഷേ മനോരമ നമ്മളെക്കാളും മുമ്പ് തുടങ്ങിയ ആൾക്കാരാണ്. അവരിപ്പോൾ വൈകിട്ട് പോയി. മനോരമ 5ാം സ്ഥാനത്തേക്ക് പോയി സംഭവിച്ചു. പക്ഷെ നമ്മളെക്കാട്ടും മുന്നിൽ 24-ഉം ചാടി റിപ്പോർട്ടറും എത്തി. അത് എന്താണ് മനസ്സിലാവില്ല. അത് നമ്മുടെ സത്യസന്ധമാണോ?
അല്ല ഇപ്പോഴത്തെ ഇന്നത്തെ നിലയിൽ നിലയിലുണ്ട്. അത് അവരെന്തോ എന്തോ ഏഷ്യാനെറ്റ് അവരെന്താ പണിയെടുക്കുന്നു മനസ്സിലാകുന്നില്ല. അല്ല മാതൃഭൂമിക്ക് ഈ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു പിൻബലമുണ്ട്. നമുക്ക് മാക്സിമം നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇനി എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കാലം കൊണ്ട് മുന്നോട്ട് ഒരു ഇപ്പോഴത്തെ അതിൻ്റെ ചാർജിൽ എഡിറ്റർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനമായിരുന്നു മാതൃഭൂമി പത്രത്തിന്. പക്ഷേ പലപ്പോഴും അതിൻ്റെ ആ സ്ഥാനം ഏറ്റെടുത്ത് കൃത്യമായി പോരാടാനുള്ള ഒരു ശക്തി പലപ്പോഴും മാതൃഭൂമിയുടെ പിൻഭാഗത്തേക്ക് പോയിട്ടുണ്ട്, പിന്നിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെ അറിയില്ല അതിനെപ്പറ്റി. ഒരു പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഒരു പ്രതിപക്ഷമായിട്ട് പോരാട്ടം നടത്തുക എന്നുള്ളതാണ്. അത് പലപ്പോഴും മാറിപ്പോകുന്നതായിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലയെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെ ഫീൽ ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ എന്തോ കാരണങ്ങളാണ് എനിക്ക് നഷ്ടത്തിന് കാരണം. ആരുടെയും സ്വാധീനത്തിനോ മറ്റൊന്നും ഒന്നും വഴങ്ങാറില്ല. നമ്മൾ സ്വതന്ത്രമായുള്ള നിലപാടാണ് അന്ന് മുതൽ എടുത്തിട്ടുള്ളത്. മേലും അങ്ങനെ എടുക്കുള്ളൂ. ആ സ്വാതന്ത്ര്യ സമര കാലത്ത് എടുത്ത ധീരമായ നിലപാട്, ആ നിലപാട് ഇപ്പോഴും തുടരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും ആരെങ്കിലും ആൾക്കാർ എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടോ എനിക്ക് അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഈ ഇത്രയും വലിയ പ്രസ്ഥാനം ഒരു നഷ്ടത്തിൽ നിന്ന്, അതായത് 1992 വലിയ സമരവും, അന്ന് രാമേന്ദ്രൻ ആയിരുന്നു തോന്നി എഡിറ്റർ. അപ്പം ആ നഷ്ടത്തിൽ നിന്നും അതിനെ റിക്കവർ ചെയ്തെടുക്കാനുള്ള എന്തെല്ലാം നടപടികളാണ് അങ്ങയുടെ ഭാഗത്ത്? അങ്ങായിരുന്നല്ലോ അന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത്. അന്ന് വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നു, കൃഷ്ണമോഹൻ കഴിഞ്ഞിട്ട് വീരേന്ദ്രകുമാർ വന്നല്ലോ. എന്തെല്ലാം നടപടികൾ? ഒരു വലിയ ക്രൈസിസ് ആയിരുന്നു മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്നു. ചെറിയ ക്രൈസിസ് അല്ല. കമ്പനിക്ക് കോഴിക്കോടും എറണാകുളം മാത്രമേ ഉള്ളായിരുന്നു പ്രിന്റിങ് ഉണ്ടായിരുന്നുള്ളത്. അതിനുശേഷം ഈ കലൂരിലുള്ള ആ സ്ഥലവും ഇതും ഈ ഇവിടെയുള്ള സ്ഥലവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാ സ്ഥലത്തും സ്ഥലം വാങ്ങിച്ചു. തിരുവനന്തപുരം വാങ്ങി, കൊല്ലം വാങ്ങി, കോട്ടക്കൽ, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, ഇവിടെയൊക്കെ സ്ഥലം വാങ്ങിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി. കണ്ണൂർ, മലപ്പുറം. 11 യൂണിറ്റ് ആണ്. അതെ, 10 യൂണിറ്റ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് 10 യൂണിറ്റാണ്. 10 യൂണിറ്റ്. കണ്ണൂർ. മാതൃഭൂമി വീക്ക്ലി എന്ന് പറയുന്നത് കേരളത്തിലെ സാഹിത്യ ലോകത്തിൻ്റെ മുഖമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് അതേപടി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പം പബ്ലിക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. MT വാസുദേവൻ നായർ ഇരുന്ന സീറ്റിലാണ് ഇപ്പം ഇയാൾ ഇരിക്കുന്നത്. അത് നമ്മളെ ഇവിടെയുള്ള ഇപ്പോഴത്തെ എഴുത്തുകാരൊക്കെ നിൽക്കുന്നത് സുഭാഷ് ചന്ദ്രൻ. അയാളാണ് ഇപ്പോഴത്തെ ഇവിടെ. അതിന് മുമ്പ് വേറെയും ആളുകളുണ്ടായിരുന്നു. ടി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, നമ്മളെ നാരായണൻ ഉണ്ടായിരുന്നു, എന്താ നമ്മളെ മനോരമയിലേക്ക് പോയി ഒരാൾ അയാളുണ്ടായിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ കടന്നു കയറി, സോഷ്യൽ മീഡിയ വളരെ ശക്തമായി. ഇതിൻ്റെ തിരിച്ചടികൾ പത്രത്തിനുണ്ടായിട്ടുണ്ടോ? അതേപോലെ പ്രസിദ്ധീകരണങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതിൽ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നു വന്നു, നഷ്ടത്തിലോടുന്നതിലേക്ക് വന്നു. ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ ഒരു ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ലോകരാജ്യങ്ങളിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള പത്രങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഞങ്ങളുടെ പത്രത്തിന് അങ്ങനെ കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോണത്. പത്രം ലാഭത്തിലാണ് ഇപ്പോഴും ലാഭത്തിലാണ്, യാതൊരു ഇതുണ്ടായിട്ടില്ല. അതെ, നമുക്ക് വിദേശത്ത് യൂണിറ്റ് ഇല്ലേ? ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ ഇപ്പം ദുബായ് ഉള്ളത് ഞങ്ങൾ നിർത്തി. ഇപ്പം ദുബായ് ഉണ്ടായിരുന്നു, അത് നഷ്ടമായതുകൊണ്ട് നിർത്തി. ഡൽഹിയിലുണ്ടായിരുന്നു നിർത്തി. അത് നഷ്ടമായതുകൊണ്ട് അവിടുത്തെ അതിന് സർക്കുലേഷൻ കിട്ടുന്നില്ല അവിടെ. ബാംഗ്ലൂർ, ബാക്കി എല്ലാവരും ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ഉണ്ട്, ബോംബെയിലും ഇപ്പോഴുണ്ട്, 3 സ്ഥലത്തുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നിർത്താൻ കാരണം അവിടെ വളരെ ചുരുങ്ങിയ കോപ്പി മാത്രമേ പോകുള്ളൂ. അതുകൊണ്ടാണ് നിർത്തിയത്. അല്ലെങ്കിൽ നിർത്തില്ല.
10, 200, 300 കോപ്പി പോയാൽ ശരിയാവില്ലോ അല്ലേ? ആവറേജ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാഫിനെ ഇറക്കാൻ നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബോംബെ നിർത്തിയത്. മറ്റേ ഇത് നിർത്തിയില്ല, ബോംബെ നിർത്തിയില്ല. ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ ഇപ്പോൾ ഉണ്ട്. അവിടേക്ക് ഒരു ഇത് നഷ്ടമില്ല പോകുന്നുണ്ട്. ഈ മാതൃഭൂമി ഇതിനോടൊപ്പം തന്നെ ബുക്സ്, മാതൃഭൂമി ബുക്സ്, അത് എത്രമാത്രം വളർന്നു? അതിപ്പം യഥാർത്ഥത്തിൽ വളർന്നിരിക്കുന്നു. എത്രത്തോളം ലാഭം ഉണ്ടെന്നുള്ളത് അത്ര വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല. വളർന്നുണ്ട് നല്ലോണം. ധാരാളം ബുക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ട് അവിടെ. അല്ല, പുസ്തകങ്ങൾക്ക് പുഴയ മാതിരിയുള്ള മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്ന അത് ശരിയല്ല. ഇപ്പോഴും പുസ്തകത്തിന് മാർക്കറ്റ് ഉണ്ട്. വായിക്കാൻ ആൾക്കാരുണ്ട്. പഴയ ആൾക്കാരൊക്കെ വായിക്കുന്നുണ്ട്, പുതിയ ആൾക്കാരും വായിക്കുന്നുണ്ട്. അതായത് പുസ്തകങ്ങൾക്ക് അന്നും ഇന്നും ഒരേപോലെ തന്നെ വായനക്കാരുണ്ട്. ഉണ്ട്, സംശയമില്ല. അത് ഇപ്പൊ കേരളത്തിനും പുറത്തുമുണ്ട്. ഉണ്ട്. അത് കുറഞ്ഞില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞില്ല. അതായത് വളരെ പ്രമുഖരായ ആളുകളുടെ പുസ്തകങ്ങളാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രസിദ്ധീകരിച്ച് പഴയ പ്രമുഖരായ ഇന്ത്യയിലായാലും പുറത്തുള്ള ആൾക്കാരുടെയൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ മാതൃഭൂമി പുതിയ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പം ഞങ്ങൾ ലാഭമാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് നഷ്ടമുണ്ട്. ടി വിയിലൊക്കെ ഉള്ള നഷ്ടം കൊണ്ട്, ടി വിയിലെ നഷ്ടം ഡിസ്ട്രിബ്യൂഷൻ്റെ പിന്നെ ഹയർ പേയ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് നഷ്ടം വരുന്നത്. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ലാഭത്തിലാണ് ഇപ്പം പത്രം. ഇക്കൊല്ലം എല്ലാം കൂടി നോക്കുമ്പോൾ ലാഭത്തിലായി വരുന്നുണ്ട്. മറ്റേ നഷ്ടം ഉണ്ടെങ്കിലും കവർ ചെയ്തിട്ട് ആ നഷ്ടം കവർ ചെയ്തിട്ട് ലാഭത്തിലാണ് ഇക്കൊല്ലം ഞങ്ങൾ. നമ്മൾ എന്തുകൊണ്ടാണ് മാതൃഭൂമി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വൈകാരികമായ ബന്ധമുള്ള പത്രമാണ്, എന്തുകൊണ്ടാണ് മനോരമയെ കവർ ചെയ്യാൻ പറ്റാതെ വരുന്നത്? പത്രം ടി വി കവർ ചെയ്തു, ഇപ്പം കവർ ചെയ്തു, റേറ്റിംഗിൽ ഫസ്റ്റ് 4-ാം സ്ഥാനത്തേക്ക് കയറി. മലയാളത്തിൽ പത്രം പുഞ്ചിരിയിൽ നിന്ന് തന്നെ ഭയങ്കര സന്തോഷവാനാണ് ആ കാര്യത്തിൽ. കാരണം അത് നേടാൻ പറ്റാത്തൊരു കാര്യമായി നേടിക്കഴിഞ്ഞു, സന്തോഷമുണ്ട്. അതേസമയത്ത് പത്രത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മാതൃഭൂമിക്ക് എന്തുകൊണ്ടാണ് മനോരമയെ കവർ ചെയ്യാൻ പറ്റാത്തത്? നമ്മളിപ്പോൾ അവരോട് അവരുടെ എത്തിയില്ല എന്നുള്ളതാണ് സംഗതി. അവരെ മേലെ പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവരെല്ലാ മേഖലകളിലും കേരളത്തിൻ്റെ ആദ്യം കോഴിക്കോട് നമ്മളായിരുന്നു ഫസ്റ്റ്, കണ്ണൂർ നമ്മളായിരുന്നു ഫസ്റ്റ്, ഈ മലബാർ മേഖലയ്ക്ക് നമ്മളായിരുന്നു. അപ്പോൾ അവിടെ പോലും മനോരമ ഫസ്റ്റിലേക്ക് ചാടി. കണ്ണൂർ ഇപ്പോഴും കണ്ണൂരിൽ നമ്മളാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയഭൂമിയാണ്. അതെ, കോഴിക്കോട് അവരാണ് നിൽക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് അതിനെ കവർ ചെയ്യാൻ പറ്റാത്തത്? അവരുടെ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല ആയിരിക്കും. അവർക്ക് ടെക്നിക്ക്. താങ്കൾ ഏർപ്പെട്ട ധാരാളം ബിസിനസ് മേഖലകളുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്താണ്? എനിക്ക് ബിസിനസ് മേഖല ഞാൻ മാതൃഭൂമിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. മാതൃഭൂമിയാണ് എനിക്ക് ഏറ്റവും നമ്പർ 1. അതിനുശേഷം KTC. താങ്കൾ തുടങ്ങിയിട്ടുള്ള ധാരാളം പല പ്രസ്ഥാനങ്ങൾ ഈ അടുത്ത കാലത്ത് പൂട്ടലിലേക്ക് പോവുകയുണ്ടായി. അത് മകനെയാണ് ഈ മോട്ടോറിൻ്റെ ഒക്കെ ബിസിനസ് തുടങ്ങിയത്. കാറിൻ്റെയൊക്കെ അതൊക്കെ പൂട്ടിപ്പോയി. ഇപ്പോൾ കാറിന് ഡീലർഷിപ്പ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്. അതൊക്കെ നഷ്ടം സംഭവിച്ചുകൊണ്ടാണ് പൂട്ടിയത്. പിന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റ് എപ്പോഴും നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവുള്ളൂ. ലാഭമാണ്. അത് ദിവസം വെറുതെ ആ സ്ഥലം മേടിച്ചിട്ട് ആ വിറ്റായി ഇൻകം ടാക്സ് കൊടുക്കുകയാണ് ഇപ്പോൾ. അതാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ. ഇൻകം ടാക്സ് ഈ അടുത്ത കാലത്ത് യൂസഫലിക്ക് താങ്കൾ ഒരു 6 ഏക്കർ സ്ഥലം അടക്കം വിറ്റിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. ലുലു മോളിന് കൊടുത്തു. പിന്നെ ബിൽഡിംഗ് നമ്മൾ ഇതുണ്ടല്ലോ, ബിൽഡേഴ്സ് ആയിട്ട് ധാരാളം ഫ്ലാറ്റ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അത് ലാഭത്തിലാണ് പോകുന്നത്. ഈ വിദ്യാഭ്യാസ രംഗത്ത് താങ്കളുടെ പ്രവർത്തനം? വിദ്യാഭ്യാസ രംഗത്ത് ലാഭമില്ല, നഷ്ടമല്ലേ ഉണ്ടാവുള്ളൂ. അത് ലാഭം ഉദ്ദേശിച്ചിട്ടല്ല, അല്ല ഒരു വിദ്യാഭ്യാസപരമായി ജനങ്ങളെ ഉണർത്തുക ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നല്ല കാര്യം ചെയ്യുക, കുറേ കുട്ടികളെ പഠിപ്പിക്കുക കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം.
അതുള്ളൂ. അങ്ങനെ പഠിച്ചുള്ള ധാരാളം ആളുകൾ വലിയ പൊസിഷനിൽ വലിയ ഐ ജി ഒക്കെ ആയില്ലപ്പോൾ ഉണ്ട്. വിജയൻ ഐ ജി ആയിട്ടുണ്ട്. മുമ്പ് കഷ്ടപ്പെട്ട് കൂലിപ്പണി ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെക്കാളും ജൂനിയറാണ്. കൂലിപ്പണി എടുത്തിട്ട് ആണ് ഇവിടെ നിന്ന് പഠിക്കുക. അയാൾ SSLC വരെ പഠിച്ചത്. അതിനുശേഷം അവൻ പിന്നെ കല്ല് വെട്ടാൻ പോയി. നമ്മളെ ഇയാളുടെ കേളുകുട്ടീൻ്റെ കൂടെയൊക്കെ കോൺട്രാക്ടർ ആ വർക്കൊക്കെ ചെയ്ത ആള് പാവം. പിന്നെയാണ് IPS കിട്ടിയത്. കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പഠിച്ച് അവിടുന്ന് വളർന്നു. അതിനുള്ള ഒരു പ്രചോദനം നൽകിയ പന്തീരങ്കാവ് ഹൈസ്കൂൾ അല്ലേ? പന്തീരങ്ക ഹൈസ്കൂൾ ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. നമുക്ക് അഭിമാനമുണ്ട്, അതിന് നമുക്ക് അഭിമാനമുണ്ട്. അവിടുത്തെ പ്രോഡക്റ്റ് നന്ദകുമാറും ഒക്കെ അവിടെ പഠിച്ച് അതാണ്. അത് നമുക്ക് അഭിമാനമുണ്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങയുടെ കീഴിലുള്ള ഒരു സ്കൂൾ പഠിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ആ സ്കൂളിൽ അങ്ങനെയായിരുന്നു. ഒരു വല്ലാത്തൊരു വൈകാരികമായ ബന്ധമാണ് ജീവിതകാലം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടുത്തെ ഒരു ഗ്രൗണ്ടും ഒരു കുന്നിൻ്റെ മുകളിലുള്ള വളരെ ഒരു ശാന്തിനികേതൻ പോലുള്ള സ്ഥലം, അതിന് മുകളിലാണ് സ്കൂള്. ഇപ്പൊ എത്രമാത്രം ഡെവലപ്പ് ചെയ്തു? അതിപ്പം കോളേജായി ഹയർ സെക്കൻഡറി കിട്ടി. അത് കഴിഞ്ഞാൽ കോളേജ്. അത് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ കോളേജായി. ഏതൊക്കെ കോഴ്സുകൾ തുടങ്ങി അവിടെ? മിക്കവാറും ഈവൻ ഇപ്പോൾ ഞങ്ങളിത് തുടങ്ങിയിട്ടുണ്ട്, ജേർണലിസം കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പതിരങ്കാവില്. അതൊരു വലിയ കാര്യമാണ്. പോയി കാണണോ? തീർച്ചയായിട്ടും. എനിക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്ത സ്കൂളിനെ കുറിച്ചൊരു സംഭവം, കാരണം ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവം കൂടിയാണല്ലോ. കൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാന ആരോഗ്യരംഗം, ഇവിടെ ചരിത്രപരമായിട്ടുള്ള വലിയൊരു ഹോസ്പിറ്റലായിരുന്നു PVS. ഡോക്ടർ ജയരാജ് എന്ന് പറയുന്നത് പ്രഗത്ഭനായ ഡോക്ടറാണ്. മകൻ വന്നപ്പോൾ കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടായപ്പോൾ അവൻ 25% ഷെയർ വിറ്റു. ഇത് അവർ എൻ്റെ സിസ്റ്ററുടെ പേരിലേക്ക് ഭാഗിച്ചു കൊടുത്താണ്. അവർക്ക് കൊടുത്താൽ ഞങ്ങൾ ഷെയറൊക്കെ ഉണ്ടെങ്കിലും അവർ കൊടുത്ത്. അപ്പോൾ ഡോക്ടർ ജയരാജനപ്പോൾ ഒന്നും ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം മകൻ വന്നപ്പോൾ അവനിത് എല്ലാം കൂടി നോക്കാൻ കഴിയാതെ ഇപ്പോൾ മാനേജ് ചെയ്യാനുള്ള ഒരു വിഷമം, അല്ലാതെ വേറൊന്നുമില്ല. ഈ ലേബർ പ്രശ്നം അതൊന്നും ഹാൻഡിൽ ചെയ്യാനവന് കഴിയില്ല. എൻ്റെ ഓപ്പറേഷൻ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ 25% കൊടുത്ത് ഓരെ കൊണ്ട് മാനേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. MBA ഒക്കെ പഠിച്ച ആളാണ്. അവർ പഠിച്ചില്ല. MBA MD ഒക്കെ പഠിച്ചിട്ടുള്ളൂ. MBBS MD. ഡോക്ടർ ഭാഗം അറിയാം, പക്ഷെ മാനേജ് ചെയ്യാനുള്ള ഭാഗം. പക്ഷെ ഡോക്ടർ ജയരാജൻ ഒരു വളരെ കരുത്തനായ ഡോക്ടറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡോക്ടറായിരുന്നു. എനിക്കൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, എൻ്റെ മോനൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് കുട്ടിപ്രായത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നതല്ല, ആ സൗമ്യതയോടുള്ള പെരുമാറ്റവും കാണുമ്പോൾ നമുക്കൊരു പ്രശ്നമല്ല, ഇത് പ്രശ്നമല്ലെന്നേ പറയുള്ളൂ. അതൊരു പ്രശ്നമല്ല, അത് നമുക്ക് കൈകാര്യം ചെയ്യാന്ന് പറയും. ആത്മവിശ്വാസം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ജയരാജൻ. അതൊരു വലിയ നഷ്ടം തന്നെയായിട്ട് നമുക്ക് കാണാം. ഇതേപോലെ തന്നെ എറണാകുളം PVS വലിയ നിലയിൽ വളർന്ന വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. എന്താണ് പറ്റിയത് അവിടെ? അത് പിന്നെ കടം പിടിച്ചു, പിന്നെ 200 കോടിയോ അങ്ങനെ കടം മേടിച്ചിട്ട് ചെയ്ത ഒരു ബിസിനസ്സായിരുന്നു അത്. അതുകൊണ്ട് അതിൻ്റെ ഈ ലാഭം കുറഞ്ഞപ്പോൾ അടവ് അടയ്ക്കാൻ കഴിയാതെയായി. അങ്ങനെയാണ് അത്. പിന്നെ നമ്മൾ ചുരുക്കി ചെയ്യാനുള്ള സംഗതി ഞാനല്ലാതെ മാനേജ് ചെയ്ത്, മിനിയാണ് മാനേജ് ചെയ്തുകൊണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെയല്ലേ എറണാകുളത്ത് അങ്ങനെ അധികം പോകാറില്ല, എപ്പോഴെങ്കിലൊക്കെ പോകും. അങ്ങനെ ആകുമ്പോൾ അവൾക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല ശരിക്കും. അപ്പം നഷ്ടം ഉണ്ടായപ്പം ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇവർ പോയിട്ട് ഒരു ഡോക്ടർ പോയിട്ട് കേസ് കൊടുത്ത് പിന്നെ ഇതിൽ പോയി, എന്താ പറയുക, ഇതൊരു സെറ്റിൽമെൻറ്റിൽ പോയി. അത് പോയപ്പോൾ ആണത് സംഭവിച്ചത്. അപ്പോൾ ഗവൺമെൻറ് ഓപ്ഷൻ ചെയ്ത് വിറ്റാഞ്ഞ്. ഗവൺമെൻറ് വെച്ചാൽ ഈ എന്തൊരു പേരുണ്ട്, ബാങ്കല്ലേ ചെയ്തിരിക്കുന്നത്? ബാങ്കല്ല, LIC ആയിരുന്നു. LIC ആണ് ലോൺ തന്നിരുന്നത്. അതെന്നത് അവർക്ക് വളരെ ലിസി ഹോസ്പിറ്റലല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്. അത് അവരെന്ത് ചെയ്തെന്നറിയാം, കള്ളത്തരമായി ചെയ്താണ് അവർ. അത് നമ്മൾ പല ചതിവും ഉണ്ടായിട്ടുണ്ട്. അതിൽ ചതിപ്പെടുത്തി നമ്മളെ തട്ടിയെടുത്താണത് ലിസി ഹോസ്പിറ്റൽ. അതൊരു ഹൃദയം സ്ഥാനത്തുള്ള വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. ഞാൻ കലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല, മനസ്സിലാക്കിയില്ല.
ഈ ചതിയിനുള്ളിൽ കൂടി ഉള്ളത് അറിയില്ലല്ലോ. ഓരോ ആൾക്കാരും വക്കീൽമാർ വരും, ചില വക്കീൽമാർ വരും. ആ വക്കീൽ ഒരാൾക്കാരാണ്. അപ്പം നമ്മൾ ഓരോന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് നമ്മൾ കണ്ണിൽ ഇത് എക്സ്പ്രഷൻ ചെയ്ത മാതിരി ആയിപ്പോയി. നമ്മളെ പറ്റുന്ന വിശ്വസിപ്പിച്ച് അപ്പം നമ്മളെ ഏൽപ്പിക്കുന്ന വക്കീൽ ഓരോ വക്കീലാ. അതായത് അവരെ വക്കീൽ വന്ന് നമ്മുടെ വക്കീലായി മാറി. പിന്നെ കോടതിയിൽ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് അപ്പം നമ്മൾ കയ്യിൽ നിന്ന് പോയി. അതൊരു വലിയ നഷ്ടമായിട്ട് ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മളെ ചതിച്ചിട്ട് കൊണ്ടുപോയതാണത്. താങ്കളുടെ ബിസിനസ് സാമ്രാജ്യം, KTC സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്രാജ്യം, കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു സംഭവമാണല്ലോ. കോഴിക്കോട് മാത്രമല്ല കേരളം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടി താങ്കൾക്ക് ഇങ്ങനെ വരാൻ കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ ചതിച്ചതാണ്. അത് നമ്മളെ GM അടക്കം ഉള്ള ആളുകൾ ചതിയിൽ നമ്മുടെ PVS ഹോസ്പിറ്റലിലെ ജനറൽ മാനേജർ അടക്കം ആ ചതിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. എനിക്കിപ്പം ഉറപ്പായിട്ട് അത് അവസാനം എന്തായി? നഷ്ടമായോ? നഷ്ടം മുഴുവൻ പോയില്ലേ? പണം ആ സ്ഥാപനം കംപ്ലീറ്റ് പോയി. അത് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് 750 കോടിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് മുഴുവൻ പോയി. അത് വാങ്ങാൻ വേണ്ടി 10-500 കോടിയിലൊക്കെ മുടക്കിയ ആൾക്കാർ കാത്തു നിന്നിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 500-550 കോടിയൊക്കെ ബാർഗെയിൻ ചെയ്തിരുന്നു. അതേസമയത്ത് ഇത് എത്ര കോടി രൂപയ്ക്കാണ് അവര്? 140 കോടിക്കാണ്. ബാക്കി 60 കോടിയാണ് ഓപ്ഷന് പോയത്. അപ്പം ബാക്കി കോടിയോ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടയ്ക്കേണ്ടത് ഞങ്ങൾ കേട്ടിട്ട് അതിനകത്തൊക്കെ വിറ്റത് കൊടുത്തില്ലേ. ഈ സ്ഥലമൊക്കെ വിൽക്കാൻ കാരണം ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണൽ ഗ്യാരണ്ടി ഒഴിവാക്കണമെങ്കിൽ എന്നെ വിൽക്കണമല്ലോ. അതൊരു വലിയ ഒരു തിരിച്ചടിയാണ്. താങ്കളെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം അത് തന്നെയാണ്, വേറൊന്നുമില്ല. ഈ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുള്ള കിട്ടിയ ഈ ഹോസ്പിറ്റലിൽ പോയതാണ്. കാരണം എറണാകുളത്തെ ഏത് ഹോസ്പിറ്റലിനെക്കാളും മികച്ച ട്രീറ്റ്മെന്റും മറ്റെല്ലാം കിട്ടിയിരുന്ന ഒരു വർഷങ്ങളുടെ 90-ലേട്ടല്ലേ ഞങ്ങളെ ചതിച്ചിട്ട് കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലിൽ. നമുക്ക് പ്രാർത്ഥന ചതിച്ച കൂട്ടർക്ക് ദൈവം കൊടുക്കട്ടെ എന്നുള്ളൂ, വേറൊന്നുമില്ല. കാരണം താങ്കൾ ഹൃദയത്തിൽ തട്ടി വേദനയോട് കൂടിയിട്ടാണ് പറയുന്നത്. കാരണം ബിസിനസ്സിൽ ഇങ്ങനെ കാണിക്കുന്ന നെറികേടിന് ദൈവം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സിനിമ എടുക്കാം നമുക്ക്. സിനിമ നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഹിറ്റായ സിനിമകളെ സമ്മാനിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് KTCയുടെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ്. അതിനെക്കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സിനിമ വലിയ ലാഭമൊന്നും നമുക്ക് ഉണ്ടായി തന്നില്ലെങ്കിലും KTC ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റാബ്ലിഷ്മെന്റ് സിനിമയിൽ എടുത്തു എന്നുള്ള പേരുണ്ടായി. എനിക്ക് തോന്നുന്നത് ഇവിടെ വരാത്ത പ്രമുഖരായ സിനിമാ നടീനടന്മാർ, ഡയറക്ടർമാർ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ബന്ധമുണ്ട് ഈ വീടുമായിട്ട്. രാഷ്ട്രീയക്കാരെ പോലെ തന്നെ, പത്രപ്രവർത്തന മേഖലയുള്ള ആളുകളെ പോലെ തന്നെ, പൊതുരംഗത്തുള്ള ആളുകളെ പോലെ തന്നെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ഇവിടെ, മമ്മൂട്ടി, മോഹൻലാൽ ഇവിടെ വന്നിട്ടാ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിന് PV ഗംഗാധരൻ എന്ന് പറയുന്ന വലിയൊരു പ്രൊഡ്യൂസർ, മൂപ്പര് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ വഹിച്ചത്. ഞാനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തില്ല അതിൽ നമ്മളെ സമ്മാനിച്ചിട്ടുള്ള അഹിംസ, അദ്വൈതം, വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥ കേരളത്തിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ് ചരിത്രം ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അങ്ങാടി പല നടീനടന്മാരെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, വളർത്തിയിട്ടുള്ള 22 ഫിലിം എടുത്തിട്ടുണ്ട് ഗംഗാധരൻ. ആ 22 ഫിലിം ഒന്നിലും ഒരു പരാജയം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പറയാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ സിനിമാ രംഗത്തേക്ക് പോകുമ്പോഴും താങ്കളുടെ ഒരു ആശീർവാദവും താങ്കളുടെ ഒരു അനുമതിയും എല്ലാത്തിനും അതും ഞാൻ എപ്പോഴും അത് നമ്മുടെ തന്നെയാണെന്നാണ് കണക്കാക്കിയുള്ളത്. അങ്ങനെയാണ് ഞാൻ കണക്കാക്കുക. അതായത് സഹോദരനാണെങ്കിലും ഒരു ഗുരുസ്ഥാനത്തായിരുന്നു താങ്കൾ എന്നാണ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിനൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പുറമെ വാച്ച് ചെയ്യും, അഭിപ്രായമൊക്കെ പറഞ്ഞു കൊടുക്കും. അവന് തീരുമാനം എടുക്കുന്നതൊക്കെ അവനാണ്. കൃത്യമായിട്ട് അദ്ദേഹം ഫോളോ ചെയ്യുന്നു. അങ്ങനെ ചില സാറിനെ വഴിയൊക്കെ ഡിസ്കസ് ചെയ്യും. അദ്ദേഹത്തിന്റെ മക്കള്
3 പേര് ചേർന്നിട്ട് ഉയരങ്ങളിൽ എന്നുള്ള സിനിമയാണ്. ഉയരെ ഉയരെ എന്നുള്ള സിനിമയാണ്. അത് വലിയ വിജയമായി, പാർവതി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സിനിമ. നല്ല വിജയിപ്പോയി. അവരുടെ അവരെ വളർച്ച എത്രമാത്രം അങ്ങ് കാണുന്നുണ്ട്? അത് നന്നായിട്ട് അവർ നമ്മളെ തന്നെ ഉണ്ടല്ലോ. പിന്നെ താങ്കൾ കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങയുടെ ഭാര്യ, അതായത് അങ്ങയുടെ അമ്മയെ പോലെ തന്നെ ഏറ്റവും സൗമ്യശീലയും എല്ലാവരോടും വളരെ മമതയോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരാളാണ്. എല്ലാവരും അമ്മനെ തന്നെ അവളെ എല്ലാവരും കാണുന്നത്. എൻ്റെ അമ്മനെ പേര് തന്നെയാണ്. മക്കൾ എത്രമാത്രം ഇപ്പോൾ താങ്കളുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ? മക്കൾ മകൻ മാത്രമല്ലേ ബിസിനസ്സിലുള്ളൂ, വേറെ ആരുമില്ലല്ലോ. പെൺമക്കളൊന്നും ബിസിനസ്സില്ല. മിനി സീന ഒന്നും ഇപ്പം ഈ KTC ബിസിനസ്സിൽ ഇല്ലല്ലോ. മകൻ മാത്രമേ ഉള്ളൂ. മകനും മാതൃഭൂമിയിൽ ഷെയർ ഉണ്ട്. ഷെയറുണ്ട്. അവൻ ജോയിന്റ് മാനേജിങ് എഡിറ്റർ. അവനോട് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. ശമ്പളം കിട്ടുന്നുണ്ട്. ഞാൻ ശമ്പളം ഒന്നും വാങ്ങിയില്ല. ഇല്ല, നമ്മൾ പ്രതിഫലമില്ലാത്ത വർക്കാണ്. ഒരു സേവനമാണ്. മാധവിക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ സേവനമാണ്. പക്ഷേ ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, കാറ് വാങ്ങിയിട്ടുണ്ട്. ഈ 3000 എന്നുള്ള നമ്പറുമായിട്ട് അങ്ങയുടെ ബന്ധം എന്താണ്? ആ കാറ് ഞാൻ വാങ്ങി അച്ഛന് വേണ്ടി വാങ്ങിയാ. അപ്പോൾ അച്ഛനാണ് ഉപയോഗിച്ച കാർ ആദ്യം. ഇപ്പം പിന്നെ അതിന് ശേഷം അച്ഛൻ പോയതിന് ശേഷം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അത്രയും ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം തന്നെ. ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? എനിക്ക് ക്രേസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3000 എന്നുള്ള നമ്പർ പ്രത്യേകിച്ച് എടുക്കാനുള്ള ഒരു പ്രത്യേക കാരണം അത് നമ്പർ അത് നമുക്ക് ഒരു ക്രേസ് വന്നു. അപ്പോൾ അങ്ങനെ വാങ്ങി, അത്രേ ഉള്ളൂ. അത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമ കൊണ്ടുപോയിട്ടുണ്ട്, ചില കൂട്ടർ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ നരസിംഹം സിനിമയിലടക്കം വന്നിട്ടുണ്ട്. അതെ, അവർ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇപ്പോഴും ഒരു നമ്മൾ അത് എത്ര വയസ്സായിട്ടുണ്ടാവും? അത് 1968 മോഡല്. 1968 മോഡലാണ്. 68-ലുള്ളതാണ്. 68-ലാണ്. അതായത് 56 വർഷങ്ങൾ, 32, 42, 52, 56 വർഷം, 57 വർഷമായി. 57ാമത്തെ വർഷമാണ്. അതെ. കാരണം ഒരു കാറിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് അപ്പുറത്തുള്ള ഒരു വർഷമാണ് നമ്മൾ കാത്തു. ഇപ്പൊ മോട്ടറില്ല. ഇല്ല, പക്ഷെ താങ്കൾക്ക് ആ കാറുമായിട്ട് ഒരു വല്ലാത്ത വൈകാരികമായ എല്ലാവർക്കും ഉണ്ട്, ഫാമിലിക്ക് തന്നെ ഉണ്ട്. താങ്കൾ ഇതുവരെ വന്നതിൽ യാത്രക്കിടയിൽ ഏറ്റവും ഓർക്കുന്ന കാര്യം എന്താണ്? ഹിമാലയ യാത്രയാണ് എനിക്ക് ഏറ്റവും അധികം ഓർക്കുന്ന ഒരു കാര്യമുള്ളത്. ഹിമാലയ ഞാനും വീരേന്ദ്രകുമാറും കുടുംബവും എൻ്റെ കുടുംബമൊക്കെ ഒരുമിച്ച് പോയ യാത്രയുണ്ടല്ലോ, അത് ഏറ്റവും ഓർമ്മിക്കുന്ന കാര്യമാണ്. അവിടെയുള്ള അനുഭവം എന്താണ്? അത് അവിടെ നേപ്പാളിലൊക്കെ പോയി, ആ സമയത്താണ് പോയത്. നേപ്പാളിൽ പോയി ഒരു ഗുഹയിലൊക്കെ പോയി. ഞങ്ങൾ എല്ലാവരും അതിനോട് പോയി ഗുഹയിൽ. വിദേശയാത്രകൾ മിക്കവാറും എല്ലാ കോണ്ടിനെൻറ്റും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാതൃഭൂമിക്ക് അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട്. അത് മാതൃഭൂമിയാണ്, ഗവൺമെന്റിൻ്റെയും കൂടെ ഒരു പാക്കേജ് ഉണ്ട് തോന്നുന്നു അല്ലേ? ഇല്ല, മാതൃഭൂമിൻ്റെ പാക്കേജാണ്. മാതൃഭൂമി തന്നെ ചിലർ കൊണ്ടുപോയതാണ്. ഞാൻ എൻ്റെ ചിലവും പിന്നെ കുടുംബത്തിന് വല്ല ഒക്കെ മാതൃഭൂമിനെ വായിച്ചതൊക്കെ. ഈ മാതൃഭൂമി വിദേശ രാജ്യത്തുള്ള പത്രങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങനെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ആ സമയത്ത് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, ഇന്റർനാഷണൽ ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഓരോ സമയത്ത് ഓരോ കോണ്ടിനെന്റിലായിരിക്കും നടക്കുക. അതിന് ഞങ്ങൾ എപ്പോഴും മുടങ്ങാതെ പോകാറുണ്ട്. ലോകത്തിലെ എല്ലാ കോണ്ടിനെന്റിലും പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ്? ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്? അമേരിക്കയിൽ പോയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഫ്ലൈറ്റിൽ അത് ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവർ അവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ ഞങ്ങളെ സ്പെഷ്യലായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ അസോസിയേഷനെല്ലാം കൂടിയിട്ട് പ്രൈവറ്റ് ഇത് വാങ്ങിയിട്ടേ, അത് കുറച്ച് പേടിയുണ്ടായി സാധനമാണ്. ചെറിയ ഫ്ലൈറ്റാണല്ലോ. അപ്പോൾ അതിൽ മറ്റൊക്കെ പിന്നെ വലിയ ഫ്ലൈറ്റിലാണ് പോയത്. ഇത് ചെറിയ ഫ്ലൈറ്റിൽ പോയി. അത് ഒരു പേപ്പർ മില്ലർ കൊണ്ടുപോയത് നമ്മളെ. പേപ്പർ മില്ലർ
അവിടുത്തെ പേപ്പർ മില്ല് കൊണ്ട് പേപ്പർ പ്രധാന ഘടകമാണല്ലോ ഇടയാണല്ലോ. വിദേശത്ത് അപ്പം നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കൂട്ടരാ. അപ്പോൾ അവർ ഞങ്ങളെ കൊണ്ടുപോയി അവിടേക്ക്, അവരെ ഫാക്ടറിയിലേക്ക്. അതിനൊരു നമ്മളുണ്ടായി. പിന്നെ ലണ്ടനിലായാലും ഇപ്പം ലണ്ടൻ നമ്മളെ നാട്ടിൽ പോയാൽ മതിയാ. ലണ്ടനിൽ പോയാലും അവിടെ മലയാളികളും ധാരാളം മലയാളികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ മോസ്കോയിൽ പോയിട്ടുണ്ട്. അത് ഒരു മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിന്നെ ആളുണ്ടല്ലോ വലിയ പുടിൻ, അയാൾ പുതിനെ കണ്ടു. ആ പുതിനെ കണ്ടപ്പോൾ അയാൾ പ്രസംഗിക്കുമ്പോൾ ഒരു ദിവസം നീറ്റ് നിന്നിട്ട് ഇതാവാതെ വിളിച്ച് അവിടെ എതിരായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായ ഏകാധിപതിയായിട്ട് അദ്ദേഹം വളർന്നു. അപ്പോൾ വളർന്നു. ഉക്രൈനൊക്കെ ഒരു ശതമാനം സത്യമില്ലാത്തൊരു കാര്യത്തിൽ രാജ്യത്തെ അതെ വലിയ പുതിന അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ മറ്റേ അവിടുത്തെ ഇയാളുടെ മറ്റേ സ്ഥലത്തൊക്കെ പോയല്ലോ, മറ്റേ മോസ്കോയിലെ വലിയ ആളുണ്ടായിരുന്നല്ലോ ലെനിൻ സെന്റർ, അവിടെയൊക്കെ പോയി. ശവകുടീരത്തിൽ പോയി. യൂറോപ്പിലും അവിടെയൊക്കെ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും പോയി. വീരേന്ദ്രകുമാർ ഒരു യാത്രാ പ്രിയനും പ്രിയനായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോവുക. അപ്പം ചില നന്ദകുമാറുണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും. മിക്കവാറും എല്ലാ സ്ഥലത്തും അയാളുണ്ടായിട്ടുണ്ട്. വീരേന്ദ്രകുമാർ എൻ്റെ വീട്ടിലൊരു രാത്രി 1 മണിക്ക് വന്നിരുന്നു. അപ്പം നന്ദകുമാറുണ്ടാവും. അതെ, നന്ദകുമാറും കൂടെ വന്നിരുന്നു. ലാവ്ലിന്റെ രേഖകൾ മേടിക്കാൻ വേണ്ടിയിട്ട്, ഇത് സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹത്തിന് അന്ന് മാതൃഭൂമി ഇവിടെ എൻ്റെ ഓഫീസ് കത്തിച്ച സമയത്ത് അദ്ദേഹമാണ് ആദ്യം ഓടിയെത്തിയിട്ട് അതിനെതിരെ അങ്ങനെ ചെയ്യാൻ പാടില്ല, രാഷ്ട്രീയമൊക്കെ വേറെ, ഒരു പത്രസ്ഥാപനത്തെ ആക്രമിക്കാൻ പാടില്ല, പത്രസ്വാതന്ത്ര്യത്തിനെതിരാണ്, എതിരഭിപ്രായം പറയാം. നല്ല കാര്യങ്ങൾ, നല്ല ഡിസിഷൻസ് ഉണ്ടാവും. മാതൃഭൂമിയെ നയിക്കുന്നതിൽ നിർണായക പങ്ക് വീക്ഷണം ഉള്ള ഒരാളെ, എല്ലാം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനൊക്കെ നല്ല കഴിവുള്ള ആളാണ്. ലേബർ പ്രശ്നം വന്നാൽ അത് സെറ്റിൽ ചെയ്യാനും ഒക്കെ നല്ല കഴിവാണ് അയാൾക്ക്. 85 വയസ്സ് കഴിഞ്ഞ് 86ാമത്തെ വയസ്സാണ് താങ്കൾ പിന്നിടുന്നത്. ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ അതേ ആരോഗ്യവും യൗവനവും എല്ലാം അങ്ങിക്കുണ്ട്. സംസാരത്തിലൊക്കെ ഓർമ്മക്കുറവൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാം നല്ല ഒന്ന് പേര് മുഴുവൻ പറയാൻ കഴിയില്ലല്ലോ. അല്ല, ഇപ്പോൾ എന്നോട് സംസാരിക്കുമ്പോണ്ടാവുന്ന വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നില്ല. അങ്ങയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ആരോഗ്യം എന്ന് വെച്ചാൽ ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഞാൻ തോന്നുന്നത് ഡോക്ടർമാർ പറയുന്ന മരുന്നുകളൊക്കെ ശരിക്കും കറക്റ്റായിട്ട്. ഭാര്യ ഒരു പ്രധാന ഘടകമാണ്. ഭാര്യ എനിക്ക് നല്ലൊരു ഭാര്യയുടെ പരിചരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നത്. അതായത് ലതേച്ചി ആ കാര്യത്തിൽ ഭാഗ്യവതിയാണെന്ന് ഞാൻ കരുതുന്നു. അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. പിന്നെ യോഗ ശരിയായി ചെയ്യുന്നുണ്ട്. എന്തായാലും യോഗ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ കുറച്ച് ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഭക്ഷണത്തിൽ കൺട്രോൾ, ഭക്ഷണത്തിൽ ഇപ്പോൾ കഴിയുന്നതും വെജിറ്റബിളാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പോഴും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാവിലെ ഒരു 7 മണിക്കൊക്കെ എണീക്കുള്ളൂ. എഴുന്നേറ്റ് നടത്തം ഇപ്പം അധികം നടക്കാൻ കഴിയില്ല, ഈ കാൽവേദന കൊണ്ടേ. അപ്പം ആ യോഗ ചെയ്ത സുഖമാണ്. യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസങ്ങളിലായി മരുന്നായി. പിന്നെ അടുത്ത ദിവസം യോഗ ചെയ്താൽ അങ്ങനെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. രാവിലെ എണീക്കുമ്പോൾ കാലൊക്കെ വേദനയാണ്. നടക്കാൻ ശരിക്കും സ്ട്രെയിറ്റായി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് യോഗ ചെയ്യുമ്പോൾ ചെയ്യാവും. ഇപ്പം യോഗ ഒരു പ്രധാനമായിട്ട് ഡെയിലി പ്രാക്ടീസ്, അതാണ് ആരോഗ്യത്തിന്റെ പ്രധാനമായ. അത് തന്നെയാണ് കാരണം. അത് തന്നെയാണ്, യോഗ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. താങ്കൾ കടന്നുപോയ വഴികളിലൂടെ പല പ്രതിസന്ധികളെയും നേരിട്ടുണ്ടാവുമല്ലോ. അതിനൊക്കെ എങ്ങനെയാണ് അങ്ങ് കൈകാര്യം ചെയ്തത്? അതിനൊക്കെ കവർ ചെയ്ത് പോയിട്ടുള്ളത് ഞാൻ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃക. ഞാൻ എപ്പോഴും ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കും. വളരെ വില കുറഞ്ഞ എവിടെയെങ്കിലും സ്ഥലം കിട്ടാണ്ട് വാങ്ങി വെക്കും. അത് ഏത് കാലത്തും ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ലൈഫിൽ അച്ഛൻ ചെയ്തില്ല, ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണത്. അപ്പം എന്തെങ്കിലും കാര്യം വരുമ്പോൾ അത് വിറ്റിട്ട് കടം വിട്ടും എന്നെ പ്രശ്നം തീർന്നല്ലോ. അതാണ് ഇപ്പം പ്രശ്നങ്ങൾക്ക് നിൽക്കില്ല. പ്രതിസന്ധികളെ, ഈ ബിസിനസ് രംഗത്തുള്ള പ്രതിസന്ധികളെ അങ്ങനെയാണ് ഞാൻ കവർ ചെയ്ത്. അങ്ങനെയാണ്
ആരടുത്തും പിന്നെ കൊടുക്കാതെ ആരും ഒഴിവാക്കിയില്ല. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് തീർക്കും. അതൊരു കട ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് വലിയ വിഷമമാണ്. ബിസിനസ്സിൽ നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അതവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്ത് തീർക്കും. മനസ്സമാധാനമാണ് പ്രധാനം. ഈ ഓട്ടോമൊബൈൽ സർവീസസ് തന്നെ നഷ്ടം ഉണ്ടായത് കടം വീട്ടിയൊക്കെ പോകുന്നുണ്ട്. അതും ഒരു നഷ്ടമായിട്ടാണ് വന്നുള്ളൂ. എല്ലാം ഓട്ടോമൊബൈൽസ് ചെയ്ത് മുഴുവൻ നഷ്ടമാണ്. അതിൻ്റെ മാനേജ് ചെയ്തിട്ട് മകനാണ് നോക്കിയത്, ഞാൻ നോക്കിയില്ല. അതൊക്കെ മകനാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും അത് കടക്കൊക്കെ പിന്നെ വന്ന പൂട്ടി തന്നെ കടക്കെ മിക്കവാറും പൂട്ടി കൊടുത്തു കഴിഞ്ഞ്. അതായത് MBA പഠിച്ച് അതിൻ്റെ ഹയർ ഡിഗ്രി എടുത്ത് വരുന്ന ആളുകൾ അങ്ങനെ ഞാൻ പറയുന്നില്ല, വരുന്ന ആളുകൾ താങ്കൾ അതൊന്നും എടുക്കാതെ പ്രാക്ടിക്കലായി MBAക്കാരെക്കധികം പ്രാക്ടിക്കലായി നോളേജ് ഉണ്ട്. താങ്കൾ എന്താണ് ഈ പുതിയ ബിസിനസ്സുകാരോടൊക്കെ ഉള്ള ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? താങ്കളെ എപ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങളെ ചെയ്യാവൂ. പിന്നെ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് സഹായം ചെയ്തു തന്നിട്ടുണ്ട്. മുമ്പ് പ്രിന്റിങ് സമയത്ത് എന്നെ സഹായിച്ചെന്ന് പൊക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പ്രസിദ്ധീകരണം ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. അതെങ്ങനെയാലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. 100% ചെയ്തു കൊടുത്തെന്നല്ല അതിൻ്റെ അർത്ഥം. കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഈ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ബിസിനസ്സിലൊക്കെ? അവർ ശ്രദ്ധിക്കേണ്ടത് നഷ്ടം വരാതെ സൂക്ഷിക്കണം. ഓരോരോ ചെലവുകൾ ഒരു സംഗതി തുടങ്ങുമ്പോൾ 100 ആളെ വെച്ചാൽ നടക്കും, 50 ആളെ കൊണ്ട് നടക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ആളുകളെ വെച്ചുകൊണ്ട് വരവിനനുസരിച്ച് ചിലവാക്കിക്കൊണ്ട് വരവുണ്ടല്ലോ, ഇൻകത്തിനനുസരിച്ചോ ചിലവാക്കണം. അല്ലാതെ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചാടി വീഴരുത് എന്നാണ് ഞാൻ പറയുന്നത്. KTCയിൽ എത്രമാത്രം ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ? ഞങ്ങളുടെ ഇപ്പം വളരെ കുറച്ച് കുറവുണ്ട് ആളുകൾ. ഞങ്ങൾ കുറച്ച് ജാമ്യത്തിൽ കുറയ്ക്കാൻ കാരണം വെച്ചാൽ ലാഭം അത്രമാത്രം ഇല്ലാത്തതുകൊണ്ട് ചെലവ് കുറയ്ക്കാൻ വേണ്ടി ആൾക്കാരെ കട്ട് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുള്ളത്. മുമ്പ് എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ? 3,000-4,000 ആളുണ്ടായിരുന്നു. അത്രയും ആളുകൾ ജീവിച്ചിട്ടുണ്ട്, കുടുംബം ജീവിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ താങ്കൾ സംതൃപ്തനാണെന്ന് പറഞ്ഞു. ഇതുവരെയുള്ള ജീവിതത്തിൽ അല്ല, ഞാൻ അതിമോഹമില്ലല്ലോ എനിക്ക്. അപ്പം എൻ്റെ മാതിരി കഷ്ടപ്പെട്ട കൂട്ടർ എത്രയോ ഉയരത്തിൽ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ സംതൃപ്തനാണ്. ഇത് ഹാപ്പിയാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്ത് കടക്കെ വീട്ടാനുള്ള ശക്തി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കടം വന്ന് വീട്ടാൻ ശക്തി ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രൈസിസ് വന്നപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള അസറ്റ് താങ്കൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭൂമിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭൂമിയാണ് താങ്കളെ രക്ഷിച്ചത്, സംശയമില്ല. ഭൂമിയോട് താങ്കൾ അത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് വരുന്ന ബിസിനസ്സുകാരോട് ഉപദേശം എന്താണ് അവസാനം കൊടുക്കാനുള്ളത് താങ്കൾക്ക്? എല്ലാവരും അവനവൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പിന്നെ ബിസിനസ് തുടങ്ങണം എന്നാണ് പറഞ്ഞത്. ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവരുടെ കപ്പാസിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഫണ്ട് ഉണ്ടാവും കയ്യിൽ, അതിന് ആസ്തി ഉണ്ടോ, അതിനനുസരിച്ചോ നമ്മൾ ബിസിനസ് ചെയ്യാവും. കണ്ടമാനം കടമ്പ മേടിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന പരിപാടിയെ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പോളിസി അതാണ്, അതിൽ സക്സസ് ആണ്. അത് മറ്റുള്ളവർ പാലിക്കുന്നത് നന്നായിരിക്കും. അവൻ ഒരു ലിമിറ്റിലധികം കടം മേടിക്കാൻ പാടില്ല. എന്തായാലും കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖ പത്രം മാതൃഭൂമിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ PV ചന്ദ്രൻ ആ പത്രത്തെ കൈപ്പിടിച്ചുയർത്തി ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായി വളർത്തുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ള മഹാവ്യക്തിത്വമാണ്. PV സ്വാമി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ മകനായി അദ്ദേഹം കൊണ്ടുവന്ന പാതയിലൂടെ വളർന്ന് പന്തലിച്ച് ഇന്ന് വലിയൊരു പ്രസ്ഥാനമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്ക് നൽകിയ ഈ ഇൻ്റർവ്യൂ വളരെ വിലപ്പെട്ടതാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്, വിലപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.